വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹാനിയുടെ നേതൃത്വം നൽകുന്ന മാനവ സഞ്ചാരം എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്നേഹവും സാഹോദര്യവും കുറഞ്ഞു വരികയും സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മാനവ സഞ്ചാരം പോലുള്ള പരിപാടികൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പരിപാടിയായി മാറേണ്ടതായിട്ടുണ്ട്. ഭയത്തേക്കാൾ വൈവിധ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെയും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ജാതിയിലും മതത്തിലും സമുദായത്തിലും പെട്ട ആളുകൾ ഐക്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ഒരുമിച്ച് നടക്കുന്ന ഒരു ജനാധിപത്യ അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും തെറ്റിദ്ധാരണകളും മുൻവിധികളും കാരണമായ അനൈക്യവും അഭിപ്രായ വ്യത്യാസങ്ങളും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നു. എന്നാൽ കാലാതീതമായ സത്യം നമുക്ക് ഓർക്കാം. മനുഷ്യത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം. ജാതി, മതം, വംശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനം താൽക്കാലിക നേടുകൾ മാത്രമാണ്. ഈ സത്യം ഉൾക്കൊള്ളുവാനും നമ്മുടെ സമൂഹങ്ങളിൽ സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിത്തുകളാകാനും ഒരു പുരോഗമന സമൂഹം തയ്യാറാകണം. ഈ ദൗത്യം ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നിറവേറ്റാൻ കഴിയില്ല. മത നേതാക്കളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും സാംസ്കാരിക പ്രമുഖരുടെയും നമ്മളുടെ നേതൃത്വത്തിൻ്റെയും കൂട്ടായ പരിശ്രമം അതിനാവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് മനുഷ്യബന്ധങ്ങളുടെ വിടവുകൾ നികത്താനും കേരളത്തിന് സുസ്ഥിരതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഏകീകൃതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ കഴിയും. സഹാനുഭൂതി, സമത്വം, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത പുതുക്കിക്കൊണ്ട് നമുക്ക് ഈ യാത്രയിൽ കൈ കോർക്കാം. നമുക്കൊരുമിച്ച് ഓരോ വ്യക്തിയും വിലമതിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാം. നിങ്ങളുടെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും എന്നുമെന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.